Namaste dears. My name is Nitya. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് മസ്റ്റ് വാച്ച് ആയിട്ടുള്ള കൊറിയൻ ഡ്രാമാസ് ആണ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അതിന് മുന്നേ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്. മൈ നെയിം ഈസ് നിത്യ. ഞാനിവിടെ വന്നിരിക്കുന്നതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ബെസ്റ്റ് ആയിട്ടുള്ള കൊറിയൻ ഡ്രാമാസ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറയുവാണെങ്കിൽ ഞാൻ കൊറിയൻ ഡ്രാമാസ് കാണാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5-6 ഇയേഴ്സ് ആയിട്ടോ. ചുമ്മാ 24 hours ഞാൻ ഈ ഒരു കൊറിയൻ ഡ്രാമാസ് കണ്ടിരിക്കുകയായിരുന്നു. എപ്പം മുതൽ സ്റ്റാർട്ടിങ് എന്ന് അറിയണ്ടേ? കൊറോണ കാലം മുതൽ, കൊറോണ തുടങ്ങിയ ആ ഒരു ടൈമിലാണ് ഞാൻ ഈ കൊറിയൻ ഡ്രാമാസ് കാണാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എനിക്കിത് കണ്ടു കഴിഞ്ഞപ്പോൾ ഈശ്വര ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു. റിയാലിറ്റിയിൽ നിന്ന് എങ്ങനെ എസ്കേപ്പ് ആവാം, അപ്പം അതിനുള്ള ഒരു ബെസ്റ്റ് വഴി എനിക്ക് കിട്ടി തുറന്നു തന്നതാണ് കൊറിയൻ വേൾഡ്. ഓക്കെ, അപ്പോൾ കൊറിയൻ ഡ്രാമാസ് എനിക്ക് ഭയങ്കര ഒരു ഹീലിംഗ് പവർ ആണ് നൽകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ നേരെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് ഡ്രാമയാണ് സ്ട്രോങ് വുമൺ ദ ബോങ് സൂൺ. ഏകദേശം ഇത് കൊറിയൻ ഡ്രാമാസ് കാണുന്ന ആളുകൾക്ക് ഇത് ഫെമിലിയർ ആയിട്ടുള്ള ഡ്രാമയാണ്. അപ്പൊ ഫസ്റ്റ് ആയിട്ട് ബിഗിനേഴ്സിനുള്ള ഒരു ഡ്രാമയാണ് സ്ട്രോങ് വുമൺ ദ ബോങ് സൂൺ. 2017 റിലീസ് ആയിട്ടുള്ള ഒരു ഫാന്റസി റൊമാൻറ്റിക് കോമഡി ഡ്രാമയാണ് സ്ട്രോങ് വുമൺ ദ ബോങ് സൂൺ. പേരിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഇതിലെ നമ്മുടെ ഹീറോയിൻ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വുമൺ ആണ്. എന്നു വെച്ചാൽ ഭയങ്കര സ്ട്രോങ് ആണ്, എന്തും ഇടിച്ച് പരത്താനുള്ള ഒരു ശക്തിയാണ് നമ്മുടെ ഹീറോയിനുള്ളത്. ഇതിൽ ആക്ട് ചെയ്തേക്കുന്നത് പാക് ബോയോങ്ങും പാക് ഹ്യോൺ സിക്കും ആണ് കേട്ടോ. ഇവരുടെ കെമിസ്ട്രി ഒക്കെ കാണാനായിട്ട് ഇത് ഭയങ്കര രസമാണ്. അപ്പൊ മസ്റ്റ് ആയിട്ട് കണ്ടിരിക്കേണ്ട ഒരു ഡ്രാമയാണ് ഇത്. എന്തായാലും നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടാവും. ഇതിൽ ടോട്ടൽ 16 എപ്പിസോഡ്സ് ആണ് കേട്ടോ ഉള്ളത്. ഇനി നെക്സ്റ്റ് ഡ്രാമയാണ് 2020 റിലീസ് ആയിട്ടുള്ള ഇറ്റോ യങ് ക്ലാസ്. ഇതൊരു റിവെഞ്ച് ത്രില്ലർ ഡ്രാമയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും. നല്ലൊരു മോട്ടിവേഷൻ ആണ് ഈ ഒരു ഡ്രാമയിലൂടെ നമുക്ക് നൽകുന്നത്. ടോട്ടൽ 16 എപ്പിസോഡ്സ് ആണ്. ഇതിൽ ആക്ട് ചെയ്തേക്കുന്നത് പാക് സിയോജും കിൻഡാമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ട്രസ് ആണ് കേട്ടോ. അപ്പൊ ഇവരുടെ സ്റ്റോറിയും ഇതിൽ കാണാനായിട്ട് ഭയങ്കര രസമാണ്. എങ്ങനെ നമുക്ക് ഈ ഡ്രാമ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിരിക്കും കിട്ടുന്നത് കേട്ടോ. ഇനി മൂന്നാമത്തെ ഡ്രാമയാണ് 2016 റിലീസ് ആയിട്ടുള്ള മൂൺ ലവേഴ്സ്. സ്കാർലറ്റ് ഹേർട്ട് റിയോ എന്നാണ് ഇതിന്റെ ഫുൾ നെയിം കേട്ടോ. നല്ലൊരു ഹിസ്റ്റോറിക്കൽ ടൈം ട്രാവൽ ഡ്രാമയാണ് മൂൺ ലവേഴ്സ്. ഇതിലെങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ആക്ട്രസ് പഴയ കാലഘട്ടത്തേക്ക് പോകുന്ന ഒരു സ്റ്റോറിയാണ് ഇതിൽ പറയുന്നത് കേട്ടോ. അപ്പൊ പഴയ കാലഘട്ടത്തിൽ പോയാൽ ഇവളുടെ ലൈഫ് എങ്ങനെയായിരിക്കും, ഇവൾ എങ്ങനെയായിരിക്കും അത് ഫേസ് ചെയ്യുന്നത്. ഈ ഒരു മോഡേൺ കാലഘട്ടത്തിൽ നിന്നും പഴയ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ ടൈം ട്രാവൽ ചെയ്താൽ നമ്മുടെ ലൈഫ് എങ്ങനെയായിരിക്കും, നമ്മൾ അത് എങ്ങനെയായിരിക്കും ഫേസ് ചെയ്യുക എന്നുള്ള ഒരു സ്റ്റോറിയാണ് ഇതിൽ പറയുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടമായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഡ്രാമ. ഇതിൽ ആക്ട് ചെയ്തേക്കുന്നത് ലീ ജൂഗി എന്ന് പറയുന്ന ഒരു ആക്ടറും അയ്യു എന്ന് പറയുന്ന ആക്ട്രസും ആണ് കേട്ടോ. അപ്പൊ ഇവരുടെ കെമിസ്ട്രി കാണാനും ഈ ഡ്രാമയിലെ OST ആയിക്കോട്ടെ, ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോ ആക്ടേഴ്സ് ആയിക്കോട്ടെ, ഒന്നിലൊന്നും മെച്ചം പെർഫോമൻസ് ആണ് നമുക്ക് മുന്നിൽ തന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഡ്രാമ ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ ഇതിൽ 20 എപ്പിസോഡ്സ് ഉണ്ട്. അപ്പൊ ഈ 20 എപ്പിസോഡ്സും ചിലപ്പോൾ നിങ്ങൾക്ക് ലാഗൊക്കെ ആയിട്ട് തോന്നിയേക്കാം. പക്ഷെ ഒന്നിരുന്ന് കണ്ടാൽ എന്തായാലും വർത്ത് വാച്ചിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും കേട്ടോ. ഓക്കെ, അപ്പൊ മറക്കാതെ കാണണേ. ഇനി നെക്സ്റ്റ് ഡ്രാമയാണ് ഗോബ്ലിൻ. ഇതറിയാത്ത ഒരാൾക്കാരും ഉണ്ടായിരിക്കില്ല. കൊറിയൻ ഡ്രാമ കാണാത്ത ആളുകൾക്കും ചിലപ്പോ ഫ്രണ്ട്സ് പറഞ്ഞു കേട്ടിട്ടെങ്കിലും ഈ ഒരു നെയിം നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും, ഗോബ്ലിൻ. കാരണം ഡ്രാമ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഈ മൂവി എക്സ്പ്ലനേഷനും അതേപോലെ തന്നെ ട്രോളുകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഗോബ്ലിനെ പറ്റിയിട്ട്. സറാങ്യോ എന്ന് പറയുന്ന ഡയലോഗൊക്കെ ഭയങ്കര ഫേമസ് ആണല്ലേ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കും. ഗോബ്ലിൻ 2016 കേട്ടോ റിലീസ് ആയിട്ടുള്ളത്. ഗോങ് യു കിം ഗോയിൻ എന്ന് പറയുന്ന ആക്ടറും ആക്ട്രസും ആണ് ഇതിൽ ആക്ട് ചെയ്തേക്കുന്നത്. ഗോബ്ലിൻ ആയിട്ട് ഗോയോ എന്ന് പറയുന്ന ആക്ടറാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ അഡിക്റ്റ് ആയിപ്പോവും, നമ്മൾ ഫാൻ ആയിപ്പോവും അദ്ദേഹത്തിന്റെ. ഇദ്ദേഹവും നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ആളാണ്. സ്ക്വിഡ് ഗെയിം ഡ്രാമയില്, ആ ഡ്രാമയില് നമുക്ക് കണ്ടിട്ട് ഇദ്ദേഹത്തെ അറിയുന്നുണ്ടായിരിക്കും കേട്ടോ. ഈ ഒരു സ്റ്റോറി എന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു ഇമ്മോർട്ടൽ ആയിട്ടുള്ള ഒരു ഗോബ്ലിൻ ആണ്. ഇദ്ദേഹം മരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു വാറിലൂടെ സ്കോഡ് കുത്തിയിട്ട്
വെച്ചിട്ടാണ് ഇദ്ദേഹം മരിക്കുന്നത്. അപ്പൊ ആ ഒരു ഇദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ മരണമില്ല. ഈ സ്പോഡ് എടുക്കണമെങ്കിൽ തന്നെ അത് നമ്മുടെ ബ്രൈഡിന് മാത്രം, അദ്ദേഹത്തിന്റെ ബ്രൈഡിന് മാത്രമാണ് ഈ സ്പോഡ് എടുക്കാനും, സ്പോഡ് എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആഫ്റ്റർ ലൈഫിലോട്ട് പോവാനും പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ആ ഒരു സ്പോഡ് എടുക്കാനായിട്ട് അദ്ദേഹം ബ്രൈഡിനെ കണ്ടെത്തുന്ന ഒരു സ്റ്റോറിയാണ്. ബ്രൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ആക്ട്രസ് ആണ്, കിം ഗോയിൻ ആണ് കേട്ടോ. ആ സ്പോഡ് എടുക്കാനുള്ള ഒരു ജേണിയാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ മൊത്തത്തില് നല്ലൊരു കോമഡി, റൊമാൻറ്റിക്, ബ്രൊമാൻസ് പറയുന്നുണ്ട്, ഹൊറർ, ഇതെല്ലാം കൂടി കോർട്ടാനാക്കിക്കൊണ്ട് ഒരു ഡ്രാമയാണ് ഗോബ്ലിൻ. ഇനി ഫിഫ്ത്ത് ഡ്രാമയാണ് 2521. 2022 റിലീസ് ആയിട്ടുള്ള ഡ്രാമയാണ്. ഇതിൽ 16 എപ്പിസോഡ്സ് ആണ് കേട്ടോ. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഇതിൽ കരിയറിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഇതിൽ നമ്മുടെ ആക്ടർ നംജു ഹ്യൂക്ക്, അതേപോലെ തന്നെ ആക്ട്രസ് കിം ടേരി ആണ്. ഇവരുടെ റിലേഷൻഷിപ്പിന് ഉപരി അവരുടെ കരിയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്റ്റോറിയാണ് കേട്ടോ. എല്ലാ ലവും സക്സസ് ആവണമെന്നില്ല, എന്നാലും കുഴപ്പമില്ല, നമ്മുടെ കരിയർ തന്നെയാണ് ഇമ്പോർട്ടൻസ് എന്നുള്ള ഒരു മെസ്സേജ് ആണ് ഈ ഒരു സ്റ്റോറിയിൽ നൽകുന്നത് കേട്ടോ. അപ്പൊ നല്ലൊരു മൈൻഡ് ഫ്രീ ആയിട്ടുള്ള ഡ്രാമയാണ്. ലാസ്റ്റ് കുറച്ച് സാഡ് ഒക്കെ തോന്നിയേക്കാം, പക്ഷെ എന്നാലും നമുക്ക് നല്ലൊരു മെസ്സേജ് ആണ് ഈ ഒരു ഡ്രാമയിൽ നിന്ന് നൽകുന്നത് കേട്ടോ. അപ്പൊ എന്തുകൊണ്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടാവും. ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ ഒക്കെ പറയുന്ന സ്റ്റോറിയാണ്. മെയിൻ ആയിട്ട് കരിയറിന് ഇമ്പോർട്ടൻസ് ആണ് ഇതിൽ കൊടുക്കുന്നത്. സോ അങ്ങനെയുള്ള ആളുകൾക്ക് എന്തായാലും ഈ ഡ്രാമ ഇഷ്ടാവും. സിക്സ്ത് ഡ്രാമയാണ് ഓൾ ഓഫ് അസ് ഡെഡ്. ഓൾ ഓഫ് അസ് ഡെഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. നെറ്റ്ഫ്ലിക്സിലെ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സൂംബി ഡ്രാമയാണ് ഓൾ ഓഫ് അസ് ഡെഡ്. ഇതെന്താന്ന് വെച്ചാൽ ഒരു സ്കൂൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രാമയാണ്. സ്കൂളിൽ നമുക്ക് ഈ ഒരു സൂംബി വൈറസ് സ്പ്രെഡ് ആവുകയും സ്കൂളിൽ നമ്മൾ അകപ്പെട്ടാൽ എങ്ങനെയായിരിക്കും നമ്മുടെ അവസ്ഥ അല്ലേ? നമുക്ക് ആ ഒരു സ്കൂളിൽ നിന്ന് എങ്ങനെയെങ്കിലും നമ്മുടെ വീട്ടിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹമായിരിക്കില്ല നമുക്ക് അപ്പം ഉണ്ടായിരിക്കുക. അപ്പോൾ അതിനെ തരണം ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഡ്രാമ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായിരിക്കും. നല്ല റൊമാൻസ് ഒക്കെ കോർത്തിണക്കിയിട്ടുള്ള ഡ്രാമയാണ്. ഇതിന്റെ മെയിൻ എന്താന്ന് വെച്ചാൽ ഇതിൽ സീസൺ 2 ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും സീസൺ 2 വെയിറ്റിംഗ് ആണ്. ഇനി നിങ്ങൾക്ക് സീസൺ 2 ഇറങ്ങിയാലേ ഇത് കാണാൻ പറ്റൂ എന്നൊന്നുമില്ല. എന്തായാലും നല്ലൊരു നന്നായിട്ട് കാണാൻ പറ്റിയ ഡ്രാമയാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായിരിക്കും. ഇതിൽ 12 എപ്പിസോഡ്സ് ആണ് കേട്ടോ ഉള്ളത്. 7th ഡ്രാമയാണ് ഡെസൻഡൻസ് ഓഫ് ദ സൺ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഡ്രാമയാണ്. ഇതെനിക്ക് സ്പെഷ്യൽ ആണ്. കാരണം എന്താണെന്നറിയോ, ഇതിന്റെ ഫസ്റ്റ് കൊറിയൻ ഡ്രാമയാണ് ഡെസൻഡൻസ് ഓഫ് ദ സൺ. ഞാൻ എൻ്റെ കൊറിയൻ വേൾഡിലേക്ക് കാലെടുത്ത് വെക്കുന്നത് ഞാൻ ഈ ഡ്രാമ കണ്ടുകൊണ്ടാണ് കേട്ടോ. ഈ ഡ്രാമ കണ്ടതിന് ശേഷമാണ് എനിക്ക് എല്ലാ ഡ്രാമകളും കാണാനായിട്ടുള്ള ത്വര കൂടിയത്. ഓക്കെ, അപ്പൊ ഇതിൽ 16 എപ്പിസോഡ്സ് ആണ്. ഇതിൽ സ്റ്റോറി എന്താന്ന് വെച്ചാൽ നമ്മുടെ ആക്ടർ സോൺ ജോങ് കി ഒരു സോൾജിയർ ആണ്. ആക്ട്രസ് സോഹ്യെ ക്യോ ഒരു സർജൻ ആണ്, മെഡിക്കൽ സർജൻ ആണ്. അപ്പൊ ഇവരുടെ ഒരു സ്റ്റോറി, അതായത് ഇപ്പോൾ സോൾജിയറും ഒരു ആർമി ഒരു ഡോക്ടറും തമ്മിൽ പ്രണയിച്ചാൽ എങ്ങനെയായിരിക്കും, അവരുടെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും, അവരുടെ ജേർണി എങ്ങനെയായിരിക്കും എന്നുള്ള സ്റ്റോറിയാണ് ഇതിൽ പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും ക്യൂരിയോസിറ്റി കൂടുമല്ലോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കരിയറിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു കാര്യമാണ് ഇതിൽ പറയുന്നത്. ലാസ്റ്റിലേക്ക് എൻഡിങ് ഒക്കെ ആവുമ്പോഴേക്കും കരിയറിൻ്റെയോടൊപ്പം തന്നെ ഇവരുടെ ആ ഒരു റിലേഷൻഷിപ്പും ഇമ്പോർട്ടൻസ് ആണ് എന്നുള്ള ഒരു മെസ്സേജിങ് ആണ് ഇതിൽ നമുക്ക് നൽകുന്നത് കേട്ടോ. അപ്പൊ ഇതും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായിരിക്കും. ഇതിലും OST ഇവരുടെ കെമിസ്ട്രി ഒക്കെ ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് ഡ്രാമയാണ് ഇറ്റ്സ് ഓക്കെ ടു നോട്ട് ബി ഓക്കെ. 2022 റിലീസ് ആയിട്ടുള്ള ഡ്രാമയാണ്. 16 എപ്പിസോഡ്സ് ആണ് കേട്ടോ ഇതിലുള്ളത്. ഇത് നല്ലൊരു റൊമാൻറ്റിക് കോമഡി ഡ്രാമയാണ്. ഇതിൽ നല്ലൊരു ബ്രദേഴ്സിന്റെ കെമിസ്ട്രി ഒക്കെ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ഡ്രാമയാണ്, പക്ഷേ സംതിങ് സ്പെഷ്യൽ. അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാലാണ് അറിയത്തുള്ളൂ കേട്ടോ. നല്ലൊരു ഇമോഷണൽ ഹീലിംഗ് നൽകുന്ന ഒരു ഡ്രാമയാണ്. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും കേട്ടോ. ഞാൻ എന്തായാലും സ്പോയിലർ കളയുന്നില്ല. സ്യോയേജിയും കിം സോഹ്യോൻ എന്ന് പറയുന്ന ആക്ടറും ആക്ട്രസും ആണ് കേട്ടോ ഇതിൽ അഭിനയിച്ചേക്കുന്നത്. ഇവരുടെ കെമിസ്ട്രി ഒക്കെ കാണാനായിട്ട് നല്ല രസമാണ്. ഇതിൽ നല്ലൊരു മെസ്സേജിങ് ആണ് നമുക്കിതിൽ എൻഡിൽ നമുക്ക് തരാൻ പോകുന്നത്. അപ്പൊ ഇതും വർത്ത് വാച്ചിങ് ആയിട്ടുള്ള ഒരു ഡ്രാമയാണ്. ഇനി 9th ഡ്രാമയാണ് സസ്പീഷ്യസ് പാർട്ട്ണർ. 2017 റിലീസ് ആയിട്ടുള്ള ഡ്രാമയാണ്. ഇതിൽ 16 എപ്പിസോഡ്സ് ഉണ്ട് കേട്ടോ. ഇതിൽ മെയിൻ ആയിട്ട് അഭിനയിച്ചേക്കുന്നത് ജി ചാങ് വൂക്കും നാം ജിഷ്യൂൻ എന്ന് പറഞ്ഞിട്ടുള്ള ആക്ട്രസ് ആണ് കേട്ടോ. ഇതിൽ പേരിൽ പറഞ്ഞ പോലെ തന്നെ സസ്പീഷ്യസ് ആണ്. ഇതില് നല്ലൊരു ക്രൈം ത്രില്ലർ ഡ്രാമയാണ്. അതേപോലെ തന്നെ റൊമാൻസും കോമഡിയും കൂടിയുണ്ട്. നിങ്ങൾക്ക് അതായത് സീരിയസും ആണ് എന്ന് അതിനനുസരിച്ചിട്ടുള്ള റൊമാൻസും കോമഡിയും കൂടി ചേർത്ത് ഇണക്കിക്കൊണ്ടുള്ള ഒരു ഡ്രാമയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് ഇതും ഇഷ്ടമായിരിക്കും കേട്ടോ.
10th ഡ്രാമയാണ് കിൽ മി ഹിൽ മി. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നും അറിയാനായിട്ടുള്ള ചാൻസ് ഇല്ല. 2015 റിലീസ് ആയിട്ടുള്ള ഡ്രാമയാണ്. പിന്നെ കൂടാതെ ഒരുപാട് കൊറിയൻ ഡ്രാമാസ് കണ്ട ആളുകൾക്ക് മാത്രമായിരിക്കും ഇതിലോട്ട് എത്തിപ്പെടാനുള്ള ചാൻസ് കൂടുതൽ കേട്ടോ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇത് സജസ്റ്റ് ചെയ്യാനുള്ള കാരണം. 16 എപ്പിസോഡ്സ് ആണുള്ളത്. ഇതിൽ ആക്ട് ചെയ്തേക്കുന്നത് ജീസങ് ആൻഡ് ഹ്വാങ് ജിയോങ് എന്ന് പറയുന്ന ആക്ടറും ആക്ട്രസും ആണ് കേട്ടോ. ഇതിൽ നല്ലൊരു റൊമാൻറ്റിക് കോമഡി ഡ്രാമയാണ് കേട്ടോ. ഇതിൽ പാക് സ്യൂജു ആക്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കരിയർ ഗ്രോത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡ്രാമയാണ് കിൽ മി ഹിൽ മി. അവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ സ്റ്റാർട്ടിങ് തന്നെ കേട്ടോ. ഈ ഡ്രാമയിൽ നമ്മുടെ ആക്ടറിന് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖമാണ് കേട്ടോ ഉള്ളത്. അതുകൊണ്ട് തന്നെ പല ടൈപ്പ് ആളുകളാണ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് ക്യാരക്ടേഴ്സ് വരുന്നത്. അപ്പൊ ആ ഒരു ക്യാരക്ടേഴ്സ്, അതായത് കുട്ടിയായിട്ടുള്ള ഒരു ക്യാരക്ടർ, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, ഒരു പെൺകുട്ടിയായിട്ടുള്ള ക്യാരക്ടർ, അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് ആക്ട് ചെയ്യാന്നൊക്കെ പറയുന്നത് ഭയങ്കര വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ ആക്ടിങ് തന്നെ ഇതിൽ ഭയങ്കര രസമാണ് കാണാനായിട്ട്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായിരിക്കും. നല്ല കോമഡിയും നല്ല റൊമാൻസും ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഈ ഒരു രോഗത്തെ നമ്മുടെ ആക്ട്രസ് ആയിട്ടുള്ള ഹ്വാങ് ജിയോങ് ഒരു സൈക്കാട്രിക് ഡോക്ടറാണ്. അപ്പൊ അവള് ഈ ഒരു അസുഖത്തെ മാറ്റുന്ന ഒരു സ്റ്റോറിയാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഇതിൽ ടോട്ടൽ 16 എപ്പിസോഡ്സ് ആണ് കേട്ടോ. എന്തായാലും എല്ലാ എപ്പിസോഡ്സും ത്രില്ലിങ്ങും ആൻഡ് എക്സൈറ്റ്മെന്റോട് കൂടിയിട്ടാണ് ഓരോ എപ്പിസോഡ്സും. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് ബോർ അടിക്കത്തൊന്നുമില്ല കേട്ടോ. ഓക്കെ ഗായ്സ്, അപ്പൊ ഞാൻ ടോട്ടൽ 10 ഡ്രാമാസ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും പോരാ, ഇനിയും ഡ്രാമാസ് ഉണ്ട്. ഞാൻ ഇനി വലിച്ചു നീട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഞാൻ വേണമെങ്കിൽ പാർട്ട് 2 ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. കാരണം ഇതിപ്പോ അത്യാവശ്യം നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡ്രാമാസ് ആണ്. ഓരോ എപ്പിസോഡ്സ് ബോറടിക്കാത്ത ഡ്രാമാസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും. ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു പാർട്ട് 2 ആയിട്ട് മസ്റ്റ് വാച്ച് ഡ്രാമാസിന്റെ വീഡിയോസ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡിഫറെന്റ് ജോണർ, അതായത് ഇപ്പോൾ ത്രില്ലർ വേണോ, ഹൊറർ വേണോ, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഡ്രാമയാണോ, അങ്ങനത്തെ ജോണർ പറയുവാണെങ്കിൽ അങ്ങനത്തെ വീഡിയോസ് ഞാൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ അഭിപ്രായം ഇവിടെ കമന്റ് ആയിട്ട് ചെയ്താൽ മാത്രമാണ് എനിക്ക് അറിയത്തുള്ളൂ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.